ഇതാ ആ കാണുന്നതാണ് ശരത്തിന്റെ വീട്. കൊള്ളലോ, ഒരു 19 ലക്ഷം രൂപയിലായിരിക്കില്ലേ? അമ്പൊന്നും പോരാ, അതിന് വിലയുണ്ടാവും. എടാ അവനാവാലോ, അവനെ നമുക്കറിയാൻ പോലെ വേറെ ആർക്കറിയില്ല. ആരെങ്കിലും പറ്റിച്ചിട്ടല്ലാണ്ട് ഇത്രയും കാശ് അവൻ ഉണ്ടാക്കില്ല. അവനൊരു വലിയ കാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? വാങ്ങിയിട്ട് ഒരു പന്നക്കാർ എന്ന് വെച്ചാൽ പരപന്നക്കാർ. അതിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്നെയും കൂട്ടി കറങ്ങാൻ പോയി. ശ്വാസം മുട്ടിട്ട് ഇറങ്ങി പോയാൽ മതി ഈ വണ്ടിയിൽ നിന്ന്. അതിന് നിങ്ങൾ എങ്ങനെ പോയേ? ഓഹ്, എൻ്റെ സമയമോശം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അറിയാതെ പറഞ്ഞു പോയി ഞാൻ മൂന്നാർ കണ്ടിട്ടില്ലാന്ന്. അത് കേട്ട ഉടനെ അവൻ്റെ ഉള്ളിലെ നന്മമരം അങ്ങോട്ട് ഉണർന്നു. വണ്ടിയിൽ കയറാന്ന് പറഞ്ഞിട്ട് എന്നെ കേട്ടിട്ട് ഒറ്റ പോക്കാൻ മൂന്നാർക്ക്. അത് നല്ല കാര്യല്ലേ? ഒരു നല്ല കാര്യം. വെറുത്ത ആളവനടാ. അവന്റെ കയ്യിലെ കാശ് വെക്കിട്ടില്ലേ നിന്നെ കൊണ്ടുപോയേ? അതിലെന്താ പ്രശ്നം? കാശിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അവനെല്ലാം ചെലവാക്കിയത് ഞാൻ പറഞ്ഞു. പക്ഷെ ഉണ്ടല്ലോ, ഇതൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു നെകളിപ്പുണ്ട്. എല്ലാം ഞാൻ ആ ചെലവാക്കിയെന്നുള്ളൊരു ഭാവല്ലേ, അതാണ് പ്രശ്നം. പിന്നെ ഡ്രൈവിംഗ് പോരാ. എന്തായാലും ഗൾഫിൽ അവന് നല്ല ജോലിയാന്നാ കേട്ടെ. ജോലി? എടാ, എന്ത് ജോലി ഉണ്ടായിട്ട് എന്താ കാര്യം? നീ അവൻ ഈ അടുത്തെങ്ങാൻ കണ്ടുണ്ടോ? നേരിട്ട് അടുത്തൊന്നും കണ്ടിട്ടില്ല, ഫോട്ടോയുടെ ഇടയ്ക്ക് കാണാറുണ്ട്. നേരിട്ട് കാണണം. തലയിലൊരു മുടി പോലുമില്ല. തന്തലുക്ക് എന്ന് വെച്ചാൽ പക്കാ തന്തലുക്ക്. അതൊക്കെ വെച്ച് നോക്കിയാൽ നീ എന്ത് സുന്ദരനാ. മുടിയൊക്കെ പോയാ? ഗൾഫിലെ വെള്ളല്ലേ, അതുകൊണ്ടാവും പോയിണ്ടാവുക. എടാ, ഞാൻ അറിഞ്ഞ കുറച്ച് രഹസ്യങ്ങളുണ്ട്. അവൻ ഗൾഫിലൊന്നും അല്ല, അവൻ ഈ കോയമ്പത്തൂർ കുറേ പേര് കാണാറുണ്ട്. അത് പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാരാ, നോണ പറയണ ആൾക്കാരല്ല. ഓ, അവൻ സ്റ്റോണിന്റെ മറ്റോ ഓപ്പറേഷൻ അങ്ങോട്ട് പോയിണ്ടായിരുന്നു. ഇനി അപ്പ കണ്ടതായിരിക്കും. ചേട്ടാ, അത് സ്റ്റോണും അപ്പൻഡിക്സും അല്ല. ഞാൻ നിന്നോട് പറയണ്ടെന്ന് വിചാരിച്ചാ. അതെ, അത് വേറെന്തോ അസുഖ, പുറത്തു പറയാൻ പറ്റാത്ത. നീ ഇത് ആരോടും പറയണ്ട, അവന് വിഷമായാലോ. വന്നാറി വിളിക്കണ്ടല്ലോ. ഹലോ, ആ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദേ പറഞ്ഞ് വായിലേക്ക് ഇട്ടിട്ടല്ലടാ. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? കഴിഞ്ഞ പ്രാവശ്യം അയച്ച അതേ അക്കൗണ്ട് നമ്പർ തന്നെ, മാറ്റൊന്നുമില്ല. എടാ, ഒന്ന് പെട്ടെന്ന് അയക്കുക, വളരെ അത്യാവശ്യമാ. ആ ശരി ശരി, ഓക്കേടാ, ശരി. അല്ല, ഇപ്പൊ എന്താ അയക്കണ കാര്യം പറഞ്ഞേ? അതെ, ഞാൻ അവനോട് അത്യാവശ്യമായിട്ട് ഒരു 25,000 രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറായി. ഇപ്പം എന്താ പറയണ അറിയോ? ഞാൻ ആരുടെയും വാങ്ങിത്തരാന്ന്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഉണ്ടായത്. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം പൈസ കിട്ടിയോ? തന്നു, അതൊക്കെ തരും. കഴിഞ്ഞ പ്രാവശ്യം തന്നു, ഇപ്രാവശ്യവും തരും. പക്ഷെ അത് തന്നു കഴിഞ്ഞാണ്ടല്ലോ, എന്തോ ചെയ്ത മാതിരി ഒരു മുഖമാണ് അവൻ്റെ. നീ വാങ്ങിച്ചൊക്കെ തിരിച്ചു കൊടുക്കാറുണ്ടോ? പിന്നെ നീ അവനത് തിരിച്ചു കിട്ടിയിട്ട് വേണ്ടേ? നീ എനിക്ക് തന്നിട്ടില്ലേ? നീ തിരിച്ചു ചോദിക്കാറില്ലല്ലോ. ഞാനും അതെ, ഞാൻ കൊടുത്ത അപ്പം മറക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ തിരിച്ചു ചോദിച്ചാൽ ഫ്രണ്ട്ഷിപ്പ് തീർന്നു എന്നാ. അപ്പൊ കൊടുത്തതൊക്കെ പോയി നഷ്ടം. അല്ല, നിന്നോട് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞില്ലേ, അത് നീ വാങ്ങിച്ചോ? അത് കാരണം ഞാൻ വന്നേ. റെഡ് ലേബിള് കിട്ടിയില്ല, പിന്നെ കിട്ടിയത് അങ്ങോട്ട് വാങ്ങിച്ചു. ആണോ? എന്തെങ്കിലും ആവട്ടെ. എന്നാ വിട്ടോ, നാളെ കാണാം. എന്നാ ശരി. അപ്പൊ ശരി, നാളെ കാണാം. ആ, ഇത് കുറക്കടി സാധനമാണ് വാങ്ങിച്ചിരിക്കുന്നത്. എന്താ പെർഫ്യൂമോ? നിനക്ക് എന്തെങ്കിലും നല്ല സാധനം കൊണ്ടുവന്നൂടെ? നാറി, കുറേ നാറികൾ കൂട്ടുകാരാന്ന് പറഞ്ഞ് ഗൾഫിലുണ്ട്. എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല, പരട്ടകള്.